നമ്മൾ ഇന്ന് നോക്കുന്നത് ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ ഫെറസ് എന്ന് പറയുന്ന വേർഡ് വന്നത് അയൺ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മെറ്റൽസ് എന്നാണ്, അല്ലെങ്കിൽ അലോയ്സ് എന്ന് പറയും. ഇതിലെ അയണിൻ്റെ ഫെറം എന്നാണ് പറയുന്നത് കെമിക്കൽ നെയിം. അതിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് അയൺ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മെറ്റലിന് ഫെറസ് മെറ്റൽ എന്ന് പേര് വരാൻ കാര്യം. ഇനി ഇതിൽ അലോയ് ഉണ്ട്. അലോയ് എന്ന് പറഞ്ഞാൽ മെറ്റലുകൾ ഫ്യൂസ് ചെയ്തതിന് ശേഷം, ഉരുക്കിയതിന് ശേഷം മിക്സ് ചെയ്ത് രണ്ടാമത് സോളിഡാക്കി എടുക്കുന്ന ആ ഒരു ഫോമാണ് അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്യൂറായിട്ട് ഉള്ള മെറ്റലിൻ്റെ പ്രോപ്പർട്ടീനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും അലോയ് മെറ്റലിനുള്ള പ്രോപ്പർട്ടി. ഇതിൽ ഫെറസ് മെറ്റലിൻ്റെ നോട്ട് പറയുന്നുണ്ട്, ഇൻ ദിസ് മെറ്റൽ കണ്ടെയ്ൻ ഹൈ ക്വാണ്ടിറ്റി ഓഫ് അയൺ. അയൺ ആയിരിക്കും കൂടുതൽ, ആൻഡ് കാർബൺ, സ്മോൾ ക്വാണ്ടിറ്റി കാർബൺ ഉണ്ടാവും. എക്സാമ്പിൾ പിഗ് അയൺ, മൈൽഡ് സ്റ്റീല് എക്സെട്ര. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതോ ഫീൽ ചെയ്യാവുന്നതോ ആയ പ്രോപ്പർട്ടികളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് വല്ല സ്കില്ല് ആവശ്യമില്ല, അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കളറ് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറാണ്, കളറ് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഹൈ ഡെൻസിറ്റിയാണ്, ഫെറസ് മെറ്റലിന് ഡെൻസിറ്റി കൂടുതലാണ്, നമുക്ക് എടുത്തു നോക്കിയാൽ ഇത്തിരി വെയിറ്റ് ഫീൽ ചെയ്യും. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് മെറ്റൽ അണ്ടർഗോ ഡീഫോർമേഷൻ ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റലിന് ഡീഫോർമേഷൻ ഉണ്ടാവും, ബട്ട് റിട്ടേൺ ഒറിജിനൽ ഷേപ്പ് ഫോഴ്സ് റിമൂവ്ഡ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഷേപ്പ് മാറും, ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ റിട്ടേൺ പഴയ പൊസിഷനിലേക്ക് വരും. അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യും, ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പഴയ ഷേപ്പിലേക്ക് മാറും. പിന്നെ ഇറേസർ, അങ്ങനെയുള്ളത് ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നോക്കാം. ഇലാസ്റ്റിസിറ്റിയുടെ നേരെ റിവേഴ്സ് ആണ് പ്ലാസ്റ്റിസിറ്റി. മെറ്റൽ അണ്ടർഗോ ഡീഫോർമേഷൻ ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോർമേഷൻ ഉണ്ടാവും, നോട്ട് റിട്ടേൺ ഒറിജിനൽ ഷേപ്പ് ഫോഴ്സ് റിമൂവ്ഡ്. ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് തിരിച്ചു വരില്ല. അപ്പം അങ്ങനെ ചില ഇപ്പോൾ സ്ലാഗയുടെ കഷ്ണങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ സ്മോൾ ഷീറ്റ് പീസുകൾ, ഇതേപോലെ ശരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബെൻഡായി പോവും, റിട്ടേൺ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പഴയ പൊസിഷനിലേക്ക് വരില്ല. അതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഡക്റ്റിലിറ്റി ഉണ്ട്. ദ മെറ്റൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയർ. അത് പല മെറ്റലിനും പല പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അത് തിൻ വയറായിട്ട്, അതായത് കനം കുറഞ്ഞ നൂല് പോലെ അതിനെ വലിച്ചു നീട്ടാൻ പറ്റും. അതാണ് ഗോൾഡ്, അത് എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഒരുപാട് ഡിസൈൻസ് ഗോൾഡ് വെച്ച് ഉണ്ടാക്കുന്നത്. ബ്രേക്ക് ആവാതെ നമുക്ക് എന്തോരം വേണമെങ്കിലും വലിച്ചു നീട്ടാൻ പറ്റും. ഇനി ബ്രിട്ടിൽനെസ് ആണ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക എന്നുള്ളതാണ്. ഹാർഡ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു പോകും. ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ റെസിസ്റ്റ് ഡീഫോർമേഷൻ. അതായത് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ അതിന് താല്പര്യമില്ല എന്നുള്ളതാണ്. കാസ്റ്റ് അയൺ എക്സാമ്പിളാണ്. നമുക്ക് ഡെയിലി ലൈഫ് എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പോൾ ചില്ല് ഗ്ലാസ് അങ്ങനെയാണ്, സ്ട്രോങ് ആണ്, ഹാർഡാണ്, പക്ഷെ അതൊരു ചെറിയൊരു ഷേക്ക് വന്നാലോ ഒരു ഹിറ്റ് വന്നാലോ ഇമ്പാക്റ്റ് വന്നാലോ അത് ബ്രേക്ക് ആയി പോകും. ആ പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്. ഇനി ടഫ്നെസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി, ഹാർഡായിട്ടുള്ള മെറ്റൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രിട്ടിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വഴി ആ ബ്രിട്ടിൽനെസ് പ്രോപ്പർട്ടി അതിന് കുറച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ടഫ്നെസ്. അപ്പോൾ റെസിസ്റ്റ് ദ മെറ്റൽ ഇൻ ഇമ്പാക്റ്റ്. അതായത് ഒരു ഹാമറിങ് ഉണ്ടാവുന്ന സമയത്ത് അത് അതിനെ റെസിസ്റ്റ് ചെയ്യുക, ബ്രേക്കേജ് വരാതെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവാണ് ടഫ്നെസ്. ഇനി ഹാർഡ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, കടുപ്പമുണ്ട്, ഹാർഡാണെന്ന് പറഞ്ഞാൽ കടുപ്പമുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. റെസിസ്റ്റ് ദ മെറ്റൽ വിയർ ആൻഡ് ടിയർ. അപ്പോൾ മെറ്റൽ ഹാർഡ് ആക്കുന്നതിൻ്റെ ഒരു എയിം അത് ഇത്തിരി സ്ട്രോങ് ആയിരിക്കും, തേയ്മാനം കുറവായിരിക്കും അതിന്. അതാണ് ഹാർഡ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് മാലിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്.
മെറ്റൽ ക്യാൻ റോൾഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. അത് വളരെ കനം കുറഞ്ഞ ഷീറ്റാക്കിയിട്ട് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചില ഷീറ്റ്സൊക്കെ അലൂമിനിയം ഷീറ്റ്സൊക്കെ വളരെയധികം തിന്നാക്കി സ്വീറ്റ്സിൻ്റെ കവർ വരെ അത്രയും തിൻ ഷീറ്റാക്കിയിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് മാലിബിലിറ്റി. എല്ലാ മെറ്റലും അങ്ങനെ പറ്റില്ല. ഇനി ടെനസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. മെറ്റൽ ഹാവ് ടെൻസൈൽ സ്ട്രെങ്ത്. അതായത് ലോങ്ങിറ്റ്യൂഡിനൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ആവില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ടങ്കീസിനൊക്കെ അതേ ടൈപ്പ് സ്ട്രെങ്ത് ആണ്. ബെൻഡ് ചെയ്യും, പക്ഷെ അത് ലോങ്ങിറ്റ്യൂഡിനൽ ആയിട്ട് നല്ല സ്ട്രെങ്ത് ആണ്. അതാണ് ടെനസിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഓറാണ്. ഓർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റല് എർത്തിൽ നിന്ന് നമ്മൾ ഡിഗ് ചെയ്തെടുക്കുമ്പോൾ, കുഴിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് മെറ്റൽ പ്യൂർ ഫോമിലല്ല കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതർ മെറ്റൽസും മിക്സ് ചെയ്ത് കിടപ്പുണ്ടാവും. ഒരു ഫ്യൂസ്ഡ് ഫോം ആയിരിക്കും. അതിനുശേഷമാണ് അത് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്ത് കെമിക്കൽ പ്രോസസ്സിലൂടെ പ്യൂറാക്കി എടുക്കുന്നത്. അപ്പോൾ എർത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ ഫോമാണ് അയണിൻ്റെ ഓർ എന്ന് പറയുന്നത്. അയണിൻ്റെ ഓറ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. അതിൽ നിന്നാണ് കെമിക്കൽ പ്രോസസ്സും അതർ പ്രോസസ്സ് എല്ലാം കൂടി അത് പ്യുവർ അയണാക്കി മാറ്റുന്നത്. ഇനി കാസ്റ്റ് അയൺ. നമുക്കറിയാം എല്ലാ മെറ്റലും പ്യുവർ ഫോമിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. പ്രോപ്പർട്ടീസ് അലോയ് ആക്കി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ യൂസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അലോയ്സ് ക്രിയേറ്റ് ചെയ്യും. അയണിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് കാർബൺ ആണ്. കാർബൺ 2 to 4% യൂസ് ചെയ്താൽ അത് കാസ്റ്റ് അയൺ ആയി മാറും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ബ്രിട്ടിലായിരിക്കും. പെട്ടെന്ന് സ്ട്രോങ് ആണെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോവും. പക്ഷേ അത് തുരുമ്പെടുക്കാനുള്ള ഒരു ഇത് കുറവായിരിക്കും, അതിന് റസ്റ്റ് കുറവായിരിക്കും, ലെസ് റസ്റ്റ്. പിന്നെ അത് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്ന ഫർണസിനെ പറയുന്ന പേര് കുപ്പോള ഫർണസ് എന്നാണ് പറയുന്നത്. ഇനി കാസ്റ്റ് അയണിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ട്, വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ട്, മാലിബിൾ കാസ്റ്റ് അയൺ ഉണ്ട്, അലോയ് കാസ്റ്റ് അയൺ ഉണ്ട്. നെക്സ്റ്റ് റോട്ട് അയൺ ആണ്. അയണിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് റോട്ട് അയൺ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അത് മാലിബിൾ ആണ്, ഡക്റ്റിലാണ്. അതായത് റോൾ ചെയ്യാൻ തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റും, വലിച്ച് കനം കുറഞ്ഞ നൂല് പോലെ ആക്കാൻ പറ്റും. കൊറോഷൻ റെസിസ്റ്റൻസ്, പെട്ടെന്ന് തുരുമ്പെടുക്കില്ല. യൂസസ് ക്രെയിനുകളിൽ യൂസ് ചെയ്യും, നട്ടും ബോൾട്ടും നിർമ്മിക്കാൻ ഉപയോഗിക്കും. റെയിൽവേ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാഞ്ചസ് ആൻഡ് കപ്ലിങ് ജോയിൻറ്റുകളിൽ. പിന്നെ അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്, കൃഷിക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിൽ നമ്മളത് യൂസ് ചെയ്യും. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, നിർമ്മിക്കുന്നത് പുട്ട്ലിംഗ് ഫർണസ് എന്ന് പറയുന്ന ഒരു ഫർണസ് ആണ്. അതായത് റോട്ട് അയൺ നിർമ്മിക്കുന്ന ഫർണസിൻ്റെ പേര് പുട്ട്ലിംഗ് ഫർണസ് എന്നാണ്. ഇനി നമ്മൾ സ്റ്റീലാണ്. കൊമേഴ്സ്യലായിട്ട് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത് സ്റ്റീലാണ്. അയൺ കാർബൺ ആയിട്ട് മിക്സ് ചെയ്യുന്നതിനാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അയണിന് ഫുഡിൽ നമ്മൾ സോൾട്ട്, ഉപ്പ് മിക്സ് ചെയ്യുന്ന പോലെയാണ്. അതായത് സ്മോൾ വേരിയേഷൻ വരുമ്പോഴും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒരുപാട് ചേഞ്ച് ആവും. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. മൈൽഡ് സ്റ്റീല്, ലോ കാർബൺ സ്റ്റീല്, ഹൈ കാർബൺ, മീഡിയം കാർബൺ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ലോ കാർബൺ സ്റ്റീലാണ്. അതിന് നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത് MS, മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കും. അതിൽ കാർബണിൻ്റെ കണ്ടന്റ് വളരെ മൈന്യൂട്ടാണ്. 0.15% to 0.25% ആണ്. എന്നാൽ അതിന് പ്രോപ്പർട്ടീസിൽ പ്യുവർ അയണിൽ നിന്ന് ചേഞ്ചസ് വരാൻ തുടങ്ങും. യൂസ് ചെയ്യുന്നത് നമ്മൾ നട്ട്, ബോൾട്ട്, റിവറ്റ്, ഷീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് പീസായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലോ കാർബൺ സ്റ്റീലാണ്, അല്ലെങ്കിൽ അത് മൈൽഡ് സ്റ്റീലാണ്. നെക്സ്റ്റ് മീഡിയം കാർബൺ സ്റ്റീലാണ്. അതിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് ഒരല്പം കൂടി കൂടും. 0.25% to 0.5% എത്തും. അപ്പോൾ ഇതിൽ പ്രോപ്പർട്ടീസ് സ്മോൾ വേരിയേഷൻ കാർബൺ വന്നാലും പ്രോപ്പർട്ടീസ് ഒക്കെ മാറും. ഇത് യൂസ് ചെയ്യുന്നത് പുള്ളീസിലും സ്പാനേഴ്സ് ഉണ്ടാക്കാൻ, ക്യാം ഷാഫ്റ്റ് എക്സെട്ര എൻജിനിൽ ഉപയോഗിക്കുന്ന ഇതാണ് ക്യാം ഷാഫ്റ്റ് ഓട്ടോമൊബൈൽ എൻജിൻസിൽ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഹാർഡാവും. മൈൽഡ് സ്റ്റീലിനേക്കാളും കുറച്ചും കൂടി ഹാർഡായിരിക്കും മീഡിയം കാർബൺ സ്റ്റീല്. നെക്സ്റ്റ് ഹൈ കാർബൺ സ്റ്റീലാണ്. കാർബണിൻ്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും. 0.5% to
1.05% വരും. നമുക്കറിയാം കാസ്റ്റ് അയൺ വരുമ്പോൾ 2 to 4% ആണ്. അത്രയും വരില്ല ഇവിടെ ഹൈ കാർബൺ സ്റ്റീലിൽ 0.5 to 1.05%. അത് കുറച്ചും കൂടി ഹാർഡായിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് ഫയല്, വർക്ക്ഷോപ്പുകളിൽ ഫയല് ഉണ്ടാക്കാൻ വേണ്ടി ചിസലുകൾ, ഉളി, സ്പ്രിങ് ഇതേപോലെ മെറ്റീരിയൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർബണിൻ്റെ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് അലോയ് സ്റ്റീലാണ്. അത് കാർബൺ അല്ലാതെ വേറെ മെറ്റല് ഇതിലേടെ ആഡ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. പല ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അയണിനോടൊപ്പം കാർബൺ അല്ലാതെ അനദർ മെറ്റൽസ് ആഡ് ചെയ്യുന്നതിനാണ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്. അലോയ് സ്റ്റീല് 2 ടൈപ്പ് ഉണ്ട്. ലോ അലോയ് സ്റ്റീൽ, അതായത് അയൺ കാർബൺ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ സ്റ്റീലിലേക്ക് സ്മോൾ പേഴ്സൻറ്റേജ്, അതായത് മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആയിട്ട് അതർ മെറ്റൽ ആഡ് ചെയ്യുന്നതിന് ലോ അലോയ് സ്റ്റീൽ എന്ന് പറയും. അതിൽ ടെൻസൈൽ സ്ട്രെങ്ത് മോർ ആയിരിക്കും. വലിച്ചു നീട്ടിയാൽ പെട്ടെന്നത് സ്ട്രോങ് ആയിരിക്കും അത്. പിന്നെ ഇറ്റ് ക്യാൻ ബി ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്, അത് ഹാർഡൻ ചെയ്യാൻ പറ്റും ലോ അലോയ് സ്റ്റീല്. അത് യൂസ് ചെയ്യുന്നത് എയറോപ്ലെയിനിലും ക്യാം ഷാഫ്റ്റുകൾ, എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ യൂസ് ചെയ്യും ഓട്ടോമൊബൈല്. നെക്സ്റ്റ് ഹൈ അലോയ് സ്റ്റീലാണ്. ഹൈ അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ അയൺ കോമ്പിനേഷൻ സ്റ്റീലിലേക്ക് ഔട്ട്സൈഡിൽ നിന്ന് വേറെ മെറ്റൽസ് ഹൈ ക്വാണ്ടിറ്റിയിലും മോർ ലെവലിലും മോർ പേഴ്സൻറ്റേജിലും ആഡ് ചെയ്യുന്നതിനാണ് ഹൈ അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, SS എന്ന് പറയും. അതിന് അയൺ കാർബൺ കൂടാതെ ക്രോമിയം ഉണ്ട്. 12% to 18% ക്രോമിയം ഉണ്ടാവും അതിൽ. നിക്കൽ 8% ഉണ്ടാവും. പിന്നെ യൂസ് ചെയ്യുന്നത് എയറോപ്ലെയിൻ പാർട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കത്രികൾ ഉണ്ടാക്കാൻ, ഗിയറുകൾ, പിന്നെ കിച്ചൺ യൂട്ടൻസിൽസുകൾ, പിന്നെ പൈപ്പുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാൻ SS ഉപയോഗിക്കും. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഹൈ സ്പീഡ് സ്റ്റീലാണ്, HSS എന്ന് പറയും. കണ്ടെയ്ൻ മോർ ക്വാണ്ടിറ്റി ഓഫ് ടങ്സ്റ്റൺ. ഹൈ സ്പീഡ് സ്റ്റീലിൽ ടങ്സ്റ്റൺ കൂടുതലുണ്ടാവും. അത് നമ്മൾ മെയിനായിട്ട് കട്ടിംഗ് ടൂൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റീമർ, അതായത് ഡ്രിൽ ചെയ്ത ഹോള് ഫിനിഷ് ചെയ്യുന്നതാണ് റീമർ. ഡ്രില്ലിങ്, ഹോൾ ഉണ്ടാക്കുന്നത്. മില്ലിംഗ് കട്ടർ, അതായത് ഗിയേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെഷീനിലെ ടൂളാണ് മില്ലിംഗ് കട്ടർ, എക്സെട്ര. ഇതാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. ടങ്സ്റ്റൺ ആണ് അതിൽ അയണിനോടും കാർബണിനോടൊപ്പം മേജർ കണ്ടന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വനേഡിയം സ്റ്റീലാണ്. വനേഡിയം സ്റ്റീലിൽ കാർബണും അയണിനോടൊപ്പം ടങ്സ്റ്റൺ ഉണ്ടാവും 12.5%, ക്രോമിയം 4.5%, വനേഡിയം 5%, കൊബാൾട്ട് 5%. ഇതും കട്ടിംഗ് ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊബാൾട്ട് സ്റ്റീലാണ്. ഇതിൽ നമുക്ക് ആ പേര് പോലെ തന്നെ കൊബാൾട്ടാണ് ഇതിൽ മേജർ കണ്ടന്റ്. 5% മുതൽ 35% വരെ കൊബാൾട്ട് അതിലുണ്ടാവാം. ഇതിന് മോർ ടഫ്നെസ്സും ടെനസിറ്റി ഉണ്ട്, അതായത് ടെൻസൈൽ സ്ട്രെങ്ത്തും ഉണ്ടാവും. ടഫ്നെസ്, പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവില്ല. ഇത് യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ്സിൽ യൂസ് ചെയ്യും. പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പെട്ടെന്ന് പോവില്ല. അങ്ങനെ പോകാത്ത ഇലക്ട്രോ മാഗ്നറ്റ് അല്ലാത്ത മാഗ്നറ്റുകളിൽ, പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റുകളിൽ കൊബാൾട്ട് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിക്കൽ സ്റ്റീൽ ഉണ്ട്. അപ്പോൾ ഇതിലും അതിൻ്റെ നെയിം പോലെ തന്നെ നിക്കൽ കണ്ടന്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് കുറവാണ്. 0.25 to 0.35% ആണ്. ഇതും ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അതായത് ലോങ്ങിറ്റ്യൂഡിനൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ബ്രേക്ക് ആവില്ല.